10th സിലബസ് 25% കുറയ്ക്കാൻ പോകുന്നു. കരയണോ ചിരിക്കണോ എന്ത് ചെയ്യണമെന്നറിയില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് 10th ക്ലാസ്സിൽ പഠിക്കുന്ന CBSE പഠിക്കുന്ന കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ ബുക്കാണ് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ഫിസിക്സ് ഒന്നെടുത്താൽ 10th ക്ലാസ് എന്ന് പറഞ്ഞ് കുട്ടികളെക്കുറിച്ച് വലിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നതെന്ന് നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ആ 10th ക്ലാസ്സിൻ്റെ സിലബസ് ഉണ്ടോ? ഫിസിക്സിൽ വെറും പഠിക്കാനുള്ളത് 60 പേജസ് ആണ്. ഈ 60 പേജസ് പഠിച്ച് A+, A1 വാങ്ങിച്ചിട്ടാണ് നമ്മൾ +1 കുട്ടികളെ വിടുന്നത്. അവിടെ സയൻസ് എടുക്കാൻ, സയൻസ് പഠിക്കാൻ, നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് പരീക്ഷകൾക്ക് ഒരുങ്ങാൻ, ജെയ്ക്കും നീറ്റിനും CUETക്കും ഒക്കെ ഒരുങ്ങാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ +1 പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് കാണണ്ടേ? ഇതാണ് +1 പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക്. +1 ഫിസിക്സ് എന്ന സബ്ജക്റ്റിന് മാത്രം 2 ബുക്ക് പഠിക്കണം. ഈ 2 ബുക്കും കൂടെ 480 പേജസ്. ഇനി ഇത് +1 കെമിസ്ട്രി എടുത്താലുമുണ്ട് 460 പേജസ്. മാത്സിന് വേറെ ബുക്ക്, അവിടെയുമുണ്ട് 480 പേജസ്. അപ്പോൾ ഇങ്ങനെ വെറും 10th ക്ലാസ്സിൽ 60ഉം 90ഉം പേജുകളുള്ള സിലബസ് പഠിപ്പിച്ചിട്ട് +1 അതിൻ്റെ 6 ഇരട്ടി സിലബസ് ഉള്ള പോർഷൻസ് ആണ് ഒരു വിദ്യാർത്ഥിയുടെ തലയിലേക്ക് കൊടുക്കുന്നത്. ഇതെങ്ങനെ ആ വിദ്യാർത്ഥി മാനേജ് ചെയ്യും? ആ പൊസിഷനിൽ നിന്നാണ് ഇനി വീണ്ടും സിലബസ് കുറയ്ക്കാൻ പോകുന്നത്. ഇതൊരു CBSE വെച്ച് അസസ് ചെയ്യേണ്ട കേട്ടോ. സ്റ്റേറ്റ് ബോർഡ് എടുത്താലും ISC എടുത്താലും എല്ലാം സെയിം പാറ്റേൺ. ഇനി ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയി പേജസ് എണ്ണി പറയുന്നതിൽ നിന്ന് മാറി ഇനി ഇതിന്റെ കണ്ടന്റിലേക്ക് പോയാൽ നമ്മൾ വീണ്ടും കരയേണ്ടി വരും. എന്താണെന്നറിയണ്ടേ? സയൻസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന 10th ക്ലാസ്സിന്റെ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ 6 ഇരട്ടി പോർഷൻസ് +1 +2 ഉണ്ടെന്ന് മാത്രമല്ല, അതിൽ പഠിക്കാനുള്ളതോ ഇൻഡെപ്ത് നോളജും അതിനുള്ള ഒരു ബേസും കിട്ടാതെയാണ് 10th ക്ലാസ്സിന് ശേഷം +1 വിദ്യാർത്ഥികൾ എത്തുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണ്ടേ? ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളൊരു സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ടോ? ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ നാഷണൽ ലെവലിലെ എൻട്രൻസ് പരീക്ഷകൾ ഏതുമാവട്ടെ ഇതിലൊക്കെ നമ്മുടെ കുട്ടികൾ ഷൈൻ ചെയ്യാത്തത്. ഇനിയും നമ്മൾ അവരുടെ പോർഷൻസും സിലബസും കുറയ്ക്കുകയല്ല, പകരം നാഷണൽ ലെവലിലേക്ക് നമ്മുടെ കുട്ടികളെ ഉയർത്താനുള്ള രീതിയിൽ നമ്മുടെ സിലബസിനെ പരിഷ്കരിക്കുകയാണ് വേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.